റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. G7 രാജ്യങ്ങളുടെ യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ തിരിവ് ചുമത്തണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക. കനേഡിയൻ ധനമന്ത്രി ഫ്രാങ്ക് ലോയ്ഡ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന G7 രാജ്യങ്ങളുടെ യോഗത്തിലാണ് അമേരിക്കൻ പ്രതിനിധി ഈ ആവശ്യം ഉന്നയിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തിരിവ് ചുമത്തണമെന്നായിരുന്നു G7 സഖ്യകക്ഷികളോട് അമേരിക്ക ആവശ്യപ്പെട്ടത്. ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തിരിവ് ചുമത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ തിരിവ് ചുമത്തുന്നതിൽ മറ്റംഗങ്ങൾക്കും അമേരിക്കയൊപ്പം അണിചേരണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസന്റ് യോഗത്തിൽ പറഞ്ഞു. യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനകൾ US ട്രഷറി സെക്രട്ടറിയും US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീവും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുടിന്റെ ഇതിനുള്ള ഫണ്ടിംഗ് നൽകുന്ന വരുമാന മാർഗ്ഗങ്ങൾ അതിന്റെ സ്രോതസ്സുകളിൽ തന്നെ വെട്ടിക്കുറയ്ക്കണം. അത്തരമൊരു ഏകീകൃത ശ്രമത്തിലൂടെ മാത്രമേ അർദ്ധശൂന്യമായ കൊലപാതകം അവസാനിപ്പിക്കാൻ കഴിയുന്ന സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ കഴിയുകയുള്ളൂവെന്ന് ഇരുവരും പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയ്ക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യാനാണ് G7 കൂട്ടായ്മയുടെ യോഗം ചേർന്നത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് G7 കൂട്ടായ്മയിലെ അംഗങ്ങൾ. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി. സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി സുശീല കർക്കി നേപ്പാളിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നേപ്പാളിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റത്. നേപ്പാൾ രാഷ്ട്രപതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. പുതിയ സർക്കാർ ചുമതലയേറ്റോടെ പാർലമെന്റ് പിരിച്ചുവിട്ടു. രാഷ്ട്രീയ കലാപങ്ങൾ കാരണം രാജ്യം അനിശ്ചിതാവസ്ഥയിലായതിനാൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ നീക്കം രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേപ്പാളിൽ വിഭജന പ്രക്ഷോഭത്തിൽ പ്രസിഡന്റ് രാംചന്ദ് പൌട്ടേലിനും പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ നേപ്പാൾ സൈന്യം നിയന്ത്രണത്തിൽ ഏറ്റെടുത്തിരുന്നു. നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകർ തകർത്തിരുന്നു. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള 26ഓളം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കമായത്. സർക്കാരിന്റെ അഴിമതിയും കൊടുങ്കാര്യസ്ഥയെ മറച്ചുവെക്കാനാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. ഈ കമ്പനികളെ നേപ്പാളിൽ വന്ന് ഓഫീസ് തുറക്കുകയും രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമല്ല, അഴിമതിയും തൊഴിലില്ലായ്മയും അടക്കം നിരവധി കാരണങ്ങൾ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടെന്ന് പ്രക്ഷോഭകാരികൾ പറയുന്നു. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉപരോധമുള്ള ടാങ്കർ കപ്പലുകൾ തങ്ങളുടെ അധീനതയിലുള്ള തുറമുഖങ്ങളിൽ വിലക്കി അദാനി പോർട്സ്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ കമ്പനിയായ അദാനി പോർട്സ് ഗുജറാത്തിലെ മുന്ദ്രയടക്കം 14 തുറമുഖങ്ങളാണ് ഇന്ത്യയിൽ നടത്തിവരുന്നത്. നടപടി ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണയുടെ വരവിനെ ബാധിച്ചേക്കുമെന്നാണ് കരുതുന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കൂടുതൽ ഉപരോധമുള്ള ടാങ്കറുകൾ വഴിയാണ് ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നത്. ഉപരോധം വന്നതിന് ശേഷം രജിസ്ട്രേഷനില്ലാത്ത ഷാഡോ ടാങ്കറുകൾ വഴിയും റഷ്യൻ എണ്ണയുടെ നീക്കം നടക്കുന്നുണ്ട്. പഞ്ചാബിലെ പട്ടിൻഡയിലുള്ള HPCL മിത്തൽ എനർജി ലിമിറ്റഡിന്റെ റിഫൈനറിയിലേക്ക് അസംസ്കൃത എണ്ണ എത്തിക്കുന്നത് അദാനിയുടെ മുന്ദ്ര തുറമുഖം വഴിയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഈ തുറമുഖം എണ്ണ എത്തിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം കമ്പനികൾ അദാനി പോർട്സ് തീരുമാനം സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ കേസ് വരികയും ഇത് ഒഴിവാക്കാനുള്ള കമ്പനിയുടെ ശ്രമം തടസ്സപ്പെടുകയും ചെയ്തതോടെ അദാനി പോർട്സിന്റെ നടപടി എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. മികച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട 3 ദിവസങ്ങൾക്ക് ശേഷം രാഷ്ട്രപതി ഭവനിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ജഗ്ജീത് ധൻഖർ ആരോഗ്യ കാരണങ്ങൾ രാജിവെച്ചതിനെ തുടർന്ന് ജൂലൈ 21 മുതൽ ഉപരാഷ്ട്രപതി പദം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. തമിഴ്നാടിന്റെ തനതായ വേഷമായ ചുവന്ന കുർത്തയും മുണ്ടും ധരിച്ചാണ് രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാധാകൃഷ്ണൻ പ്രേരണാസ്ഥലിൽ പുഷ്പാർച്ചന നടത്തുകയും മരം നടുകയും ചെയ്തു. ഈ വർഷം അവസാനം നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ ആരംഭിക്കും. രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കാനിറങ്ങിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അറിയിച്ചത്. ജനുവരി 1 നടപടി പൂർത്തിയാക്കും. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത്. 2026 ജനുവരി 26 വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കണം. ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭ. ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഇതിനായി ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഉൾപ്പെടെ അംഗീകാരം ആവശ്യമാണ്. വന്യമൃഗങ്ങളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് പറയപ്പെടുന്നു. ഒരേ വാരത്തെ കായിക വിശേഷങ്ങൾ. ഇസ്രായേലിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ലാഭവിഹിതമെല്ലാം പാലസ്തീന് നൽകുമെന്ന് നോർവേ ഫുട്ബോൾ ടീം. ഗാസയിലെ ദുരിതങ്ങളിൽ നിസ്സംഗത പാലിക്കാൻ കഴിയില്ല എന്നാണ് നോർവേ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചത്. ഒക്ടോബർ 11 ഇസ്രായേൽ നോർവേ മത്സരം അരങ്ങേറുന്നത്. മത്സരത്തിലെ മുഴുവൻ ലാഭവും ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്നാണ് നോർവേ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് പുറമെ ബ്രസീലിനും തോൽവി. ബൊളീവിയോടാണ് ബ്രസീൽ തോറ്റത്. പെനാൽറ്റിയിലൂടെ അടിച്ച ഗോളിലാണ് ബൊളീവിയ വിജയിച്ചു കയറിയത്. തോൽവിയോടെ ബ്രസീൽ കോൺമെബോൾ യോഗ്യതാ പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ജയത്തോടെ ബൊളീവിയ ലോകകപ്പ് കളിക്കാനുള്ള സാധ്യതയും നിലനിർത്തിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീന ഇപ്പോഴും 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.